ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയം ഞാൻ ചർച്ച ചെയ്യുകയാണ്. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കാൻ പ്രധാന കാരണം സൂര്യനാണ്. സൂര്യൻ്റെ ചൂട് ഭൂമിയിലെത്തി നേരാവണ്ണം പതിക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും ആരോഗ്യത്തോടെ ഇവിടെ നിലനിന്ന് പോകുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ മെയിൻ കാരണം സൂര്യനാണ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള സംയുക്തമായ കൂടിച്ചേരലിലൂടെയാണ് ഇവിടെ ഓരോ ജീവനും ഉരുത്തിരിയുന്നത്. നമ്മുടെ അച്ഛനമ്മമാരാണ് നമുക്ക് ജന്മം നൽകിയെങ്കിലും അവരുടെ അച്ഛനമ്മമാർ അവർക്ക് ജന്മം നൽകിയെങ്കിലും ഈ ഭൂമിയിൽ ജീവൻ ഉൽപ്പത്തിക്ക് പ്രധാന കാരണം സൂര്യനാണ്. സൂര്യരശ്മികൾ ഭൂമിയിൽ ഇങ്ങനെ പതിക്കുന്നത് കൊണ്ടാണ് ഭൂമി കറങ്ങുന്നത് കൊണ്ട് രാവും പകലും ഉണ്ടാകുന്നു. അങ്ങനെ ഭൂമിയിൽ രാവും പകലും ഉണ്ടാകുന്നത് കൊണ്ടാണ് ഭൂമിയിൽ നല്ല നല്ല വായുകൾ ഉണ്ടാകുന്നു, ഓക്സിജൻ ഉണ്ടാകുന്നു, ജലമുണ്ടാകുന്നു, പല ഘടകങ്ങളുണ്ടാകുന്നു. സസ്യലതാദികൾ മണ്ണിൽ വളരുന്നു. മൃഗങ്ങളും ബാക്ടീരിയകൾ, വൈറസുകൾ, പല ജീവികളും, കുരങ്ങന്മാർ, പട്ടി, മനുഷ്യർ, അങ്ങനെ പല 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 ജീവനുകളിലൂടെ ഉരുത്തിരിയുന്നു, ഇവിടെ ജനിച്ചു പോകുന്നു. അതിലൊരു ജീവൻ മാത്രമാണ് നമ്മൾ ജനിച്ചു, നമ്മൾ വളരുന്നു. നമുക്ക് അടിത്തറയായ ഭക്ഷണം, ആഹാരം ലഭിക്കുന്നത് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നത് കൊണ്ടാണ്. സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കാതെ ഒരു മാസത്തോളം നീണ്ടനാൾ ഈ ഭൂമി തന്നെ നശിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട ദൈവം സൂര്യനാണ്. ഭൂമി ദേവിയും സൂര്യനും. അത് ഏത് പുരാണത്തിലായാലും ഏത് മതത്തിലായാലും ഭൂമിയെ എർത്തെന്നും വിളിക്കും, സൂര്യനെ സണ്ണെന്നും വിളിക്കും. ഈ സണ്ണും എർത്തും ഏത് രാജ്യത്തായാലും ഏത് പ്രദേശത്തായാലും നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളായാലും ഏത് ജാതിയിൽ വിശ്വസിക്കുന്ന ആളായാലും നമ്മുടെയൊക്കെ ദൈവം സൂര്യനും ഭൂമിയുമാണ്. സൂര്യനെ പുരുഷനായും ഭൂമിയെ സ്ത്രീയായും നമ്മൾ കണക്കാക്കുന്നു. ഇങ്ങനെ ഭൂമി ദേവിയും സൂര്യനുമാണ് സൂര്യഭഗവാനാണ് നമ്മുടെ നിലനിർത്തിപ്പോകുന്നത്. അപ്പോൾ ഈ ഭൂമിക്കും സൂര്യനും കോട്ടം പറ്റുന്ന പ്രവൃത്തികളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. അങ്ങനെ ഭൂമിയെ നമ്മൾ പരിപാലിച്ചാൽ നമ്മുടെ ജീവന് തന്നെ ഒരുപാട് ആയുസ്സുണ്ടായിരിക്കുന്നതാണ്. ബാക്കി വിഷയങ്ങൾ പിന്നീട് പറയാം. ഇപ്പോൾ ഇത്രമാത്രം. തുടർന്ന് പ്രതീക്ഷിക്കുക.